ചലച്ചിത്ര അക്കാദമി കൗൺസിൽ അംഗം എൻ അരുണിലേക്ക് ആദ്യം. ശ്രീ എൻ അരുൺ, സർക്കാരിനെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പെരുമാറ്റം അക്കാദമി ചെയർമാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നിങ്ങളുടെ വലിയ പ്രതിഷേധത്തിൽ പറഞ്ഞ വാചകങ്ങളിൽ ഒന്ന് അതായിരുന്നു. അത്രയും വലിയ അപമാനകരമായ ഒരു പെരുമാറ്റം ചെയർമാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? ഈ കൂട്ടമായി ചേർന്ന് പടിയിറക്കാനുള്ള ഒരു പടയൊരുക്കം നടത്തുകയാണോ മറ്റ് കൗൺസിൽ അംഗങ്ങൾ? ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ചെയർമാനെ പുറത്താക്കണം എന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണി വരെ നിങ്ങൾക്കടക്കം അറിയാം, നിങ്ങളടക്കം ഈ വിഷയം വാർത്തയായതിനു ശേഷം പല ഘട്ടത്തിൽ ഞങ്ങളുടെ പ്രതികരണം ചോദിച്ചിട്ട് ഞങ്ങൾ ഒരു പ്രതികരണവും നടത്തിയില്ല. കാരണം ഏറ്റവും മികച്ച രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ ഇവിടെ ഒരു വലിയ കലാമേള നടക്കുകയാണ്. നിങ്ങൾ തന്നെ സൂചിപ്പിച്ച പോലെ അതിന്റെ ശോഭ കെടുത്തരുത് എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്താതിരുന്നത്. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ബോഡിയിലിരിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചെയർമാൻ നിരന്തരം നടത്തുന്ന പരാമർശങ്ങള്, ചെയർമാന്റെ പ്രസംഗങ്ങള് നിരന്തരം ഈ അക്കാദമിയെ എന്താ പറയുക, ഒരു പൊതുജന മധ്യത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മോശമാകുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയർമാൻ. അത്തരം വിഷയങ്ങളൊക്കെയാണ് ഞങ്ങൾ പരാതി നൽകിയത്, അല്ലെങ്കിൽ ഞങ്ങൾ അറിയിച്ചത്, ബന്ധപ്പെട്ടവരെ അറിയിച്ചത്. മറ്റാരെയും ഒരു യാതൊരു തരത്തിലുള്ള മീഡിയ മുഖേനയൊന്നും ഞങ്ങൾ ഒരു ജനങ്ങളെ അറിയിക്കുന്ന രീതിയിലുള്ള ഒരു വർത്തമാന ഇടപെടലോ ഞങ്ങളുടെ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് ഒരു 12:30 മണി സമയത്ത് അക്കാദമിയുടെ താൽക്കാലിക ഓഫീസിൽ ടാഗോർ തിയേറ്ററിൽ ചെയർമാൻ മീഡിയയെ വിളിച്ചുകൊണ്ട് വളരെ യാഥാർത്ഥ്യമല്ലാത്ത, സത്യമല്ലാത്ത കുറെ കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിനെ തുടർന്നാണ് സത്യം ജനങ്ങൾ അറിയണം എന്ന ഒരു താല്പര്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട്, ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടി ആയതുകൊണ്ട് നിങ്ങൾ മീഡിയ മുൻപാകെ യാഥാർത്ഥ്യങ്ങൾ പറയാൻ തയ്യാറായത്. ഞങ്ങൾ വീണ്ടും പറയുകയാണ്, ചെയർമാനെ ഒന്നും പുറത്താക്കണമെന്നോ ഒഴിവാക്കണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ച് ചെയർമാന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം. കാരണം ചെയർമാൻ അദ്ദേഹത്തിന്റെ സിനിമാ സെറ്റിലൊക്കെ പെരുമാറുന്ന പോലെ അവിടെ നിൽക്കാൻ ആഗ്രഹമുള്ളവരും അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള ആരുമില്ല, ഇവിടെയൊന്നും അടിമകളില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം, ഇടപെടലിൽ മാറ്റം വരുത്തണം. ഒരു വർത്തമാനം പറയുമ്പോൾ, ഒരു പരാമർശങ്ങൾ നടത്തുമ്പോൾ, അതിൽ മീഡിയയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തി എന്ന രീതിയിലല്ല അതിനെ പൊതുജനം എടുക്കുന്നത്, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന രീതിയിലാണ്. ആ അഭിപ്രായങ്ങളെ അക്കാദമിയുടെ അഭിപ്രായമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ പാപഭാരം പേറേണ്ട ഒരു ഗതികേടൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അല്ല, ശ്രീ എൻ അരുൺ, സർക്കാർ നിയമിച്ച വ്യക്തിയാണ്. ഇത്തരം വിവാദങ്ങളും പരാമർശങ്ങളും പരാതികളും അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. അദ്ദേഹത്തിനെതിരെ പല രീതിയിലുള്ള പരാമർശങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആ വിവാദങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ച് കൂടെ നിർത്തുകയായിരുന്നു സർക്കാർ. ഇപ്പോൾ എങ്ങനെ കണ്ണിൽ കരടായി ഇടതുപക്ഷത്തിന്? രഞ്ജിത്ത്, ഞാൻ ഇടതുപക്ഷത്തിന്റെ വക്താവ് എന്ന രീതിയിലൊന്നും അല്ല ഈ വർത്തമാനം പറഞ്ഞിട്ടുള്ളത്. ചലച്ചിത്ര അക്കാദമിയിലെ ഒരു അംഗം എന്ന രീതിയിലാണ്. കണ്ണിൽ കരടായോ എന്നതിനെ കുറിച്ചും എനിക്കറിയില്ല. ഏതായാലും ഞങ്ങളുടെ പരാതി കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് ഗൗരവത്തോടുകൂടി കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഞങ്ങൾ വീണ്ടും പറയാ, ഇദ്ദേഹത്തെ, രഞ്ജിത്തിനെ ചുമതലയിൽ നിന്ന് മാറ്റുക എന്നുള്ളതൊന്നും അല്ല ഞങ്ങളുടെ ലക്ഷ്യം. രഞ്ജിത്ത് മാറണം, രഞ്ജിത്തിനെ മാറ്റണം എന്നുള്ളതല്ല, രഞ്ജിത്ത് മാറണം, സ്വഭാവത്തിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. ഇന്നലെ ഞങ്ങൾ യോഗം ചേർന്നില്ല. സത്യമാണ്, ഞങ്ങൾ ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ഓഫീസിൽ തന്നെ ജനറൽ കൗൺസിൽ അംഗങ്ങൾ ഇരിക്കുന്ന ആ മുറിയിൽ ഇരുന്ന് ഞങ്ങൾ ചില കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. 2-3 പേര് ഓൺലൈനിൽ വന്നു, 6 പേര് നേരിട്ട് ആ കൂടിയാലോചനയിൽ ഉണ്ടായിരുന്നു. ഈ ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. അല്ലാതെ സമാന്തര യോഗമൊന്നും അവിടെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. സർക്കാർ ഇത് ഏത് രീതിയിൽ പരിഗണിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്? ഇതുവരെയുള്ള ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹമായിട്ട് സർക്കാർ സ്വീകരിച്ച ആ ഒരു നിലപാട് വെച്ചാണ് ചോദിക്കുന്നത്. ഏത് രീതിയിലുള്ള ഒരു നിലപാട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക്? ഇതുവരെ അക്കാദമി അംഗങ്ങൾ ഇങ്ങനെ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. ഇത്തരത്തിലൊരു പരാതിയൊന്നും അക്കാദമി അംഗങ്ങൾ നേരിട്ട് ഒരുമിച്ച് കൊടുത്തിട്ടില്ല. 9 പേർ ചേർന്നൊരു പരാതി നൽകിയിട്ടുണ്ട്. 9 പേരല്ല, ഇനിയും സമാന അഭിപ്രായമുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഇതിന് ശേഷം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് ബന്ധപ്പെട്ട സാംസ്കാരിക വകുപ്പ് അധികൃതർ ചെയർമാന്റെ ഈ നിലപാടിൽ മാറ്റം വരുത്തും എന്നുള്ളതാണ്. ചെയർമാൻ ഇങ്ങനെ വീണ്ടും എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നും മീഡിയയോടൊക്കെ എന്തൊക്കെയോ പറയുകയുണ്ടായി, എക്സിക്യൂട്ടീവിലേക്ക് പുതിയ ആളുകളെ എടുക്കും. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം ഈ ബൈലോ പോലും വായിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ചലച്ചിത്ര അക്കാദമിയുടെ ബൈലോ പോലും ഇദ്ദേഹം വായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സിക്യൂട്ടീവിലേക്ക് 2 പേരെയാണ് എടുക്കാൻ കഴിയുള്ളൂ. ചെയർമാൻ, വൈസ് ചെയർമാൻ, സെക്രട്ടറി, അത് കഴിഞ്ഞ് 2 പേരെയാണ് എടുക്കാൻ കഴിയുള്ളൂ. ഇനി പുതിയൊരാളെ എടുക്കണമെങ്കിൽ ആ ബൈലോയിൽ ഭേദഗതി വരുത്തണം. ആ ഭേദഗതി ഗവൺമെന്റ് അംഗീകരിക്കണം. അംഗീകരിച്ച ശേഷം ഗവൺമെന്റ്, ചെയർമാൻ അല്ല നോമിനേറ്റ് ചെയ്യുന്നത്. ഇത് നോമിനേറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ, ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് ആണ്.
എനിക്കറിയില്ല അദ്ദേഹം എന്താണ് ഈ പറയുന്നതെന്ന് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. ഓക്കെ റൈറ്റ്, ഞാൻ തിരികെ വരാം. ദയവായി ഒന്ന് തുടരുക ശ്രീ എൻ അരുൺ.